രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? പുണ്യനബി ഉപയോഗിച്ചിരുന്ന ടവൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅതത് ബിമിന്ദിയിൽ, ആ പെണ്ണ് ഒരു ടവലുമായിട്ട് വന്നു. പക്ഷേ വസിഖൻ വല്ലാതെ ഷേറായി ചോദിക്കുന്നു ആ യാതി ഒരു ടവല്. ഫഖാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്കുക, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔഖദതുഹു, ആ പെണ്ണ് ഭംഗിയായിട്ട് അടുപ്പ് കത്തിച്ചു. ഫഅമറ ബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവല് കൊണ്ട് മഹാൻ അവർക്ക് തങ്ങൾ കൽപ്പിച്ചു, അനസ് റളിയല്ലാഹു കൽപ്പിച്ചു. ഫതുരിയാഫി, അടുപ്പ് കാണിട്ട്. ഫഖറജ അബിയദ കാന്നഹു അല്ലബൻ, വളരെ തുല്യ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിലാണ് പുറപ്പെട്ടു, ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവല് തീയിലിടാൻ പറഞ്ഞു, ഒരടക്കവുമില്ല, തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയർ ആകാൻ. എന്നതുപോലെ ഇത് നബിന്റെ നാണമല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ട കത്തുമില്ല നോക്കല്. അതിന് ഇടക്കണമില്ല. ആദരവോടെ പറയട്ടെ സൈനുദ്ദീൻ മുസ്ലിയാരെ, തരക്കേടില്ല എന്നതിന് കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളൊരു കിതാബിന്റെ ഇബാറത്ത് വായിക്കണം, ഫിഖ്ഹിന്റെ കിതാബ്. തരക്കേടില്ല, നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര തെളിവ് നിങ്ങൾ കേട്ടില്ലേ? എന്തേ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഒരു ടവല് എന്ത് ചെയ്തു? അത് ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടു. നമ്മൾ പൊന്നൊക്കെ ചിലപ്പോ ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടിട്ട് തങ്കാക്കലില്ലേ, അതുപോലെ തീയിലിട്ടു. അതാ എന്തിന്റെ തെളിവ്? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാന്നുള്ളതിന്റെ തെളിവ്. ടവല് ക്ലിയർ ആക്കാൻ വേണ്ടി തീയിലിട്ടു എന്നുള്ളത് തെളിവ്. ബലത്തോട്ട് തുപ്പാത്ത ആളുകളാണോ അതിന്റെ സനദിലുള്ളത്? ചോദ്യം. അബൂ നുഐം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് ഏതായി എന്നവര്? അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് അബൂ മഅ്മർ അൻ അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ബാദ് ബസരിയുൻ വാഹിൻ, ദുർബലനാണ്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, മുങ്കറുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വവഹാഹു ഇബ്നു ഹിബ്ബാനും അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖാല അബൂ ഹാത്തിം അബ്ബാദുൽ ലഈഫുൻ ജിദ്ദൻ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങേയറ്റം ദുർബലനാണ്. വഖാല ഇബ്നു അദീൻ അമ്മത്തു മാ യർവി ഫീ ഫളാഇലി അലി വഹുവ ലഈഫുൻ, അലി ഇബ്നു അബീ താലിബിന്റെ ബഹുമാനത്തിലൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയും അതാ വഹുവ ലഈഫുൻ, അയാൾ ദുർബലനാണ്. പോരാ, വാലിം ഫി തശയ്യുഇ, ഷിയാക്കളെ കൂട്ടത്തിൽ കടുപ്പപ്പെട്ട ആളാണ്. അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് എന്നവര് വാലിം ഫി തശയ്യുഇ, ഷിയാവാദത്തിൽ കടുപ്പപ്പെട്ട ഷിയാവാദക്കാരനാണ്. ഈ ഷിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്? നിങ്ങൾ വളപുരം തലാഖ് ഫത്വ കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടണേ, അല്ലാഹനെ വിചാരിച്ച് പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോടൊരു ഹദീസില്ലേ, തീങ്ങ് വന്നപ്പോ ഉമറുൽ ഖത്താബ് പറഞ്ഞു തമീമുദ്ദാരി തങ്ങളോട്, വരുന്നത് നമ്മൾ തീന്റെ തങ്ങെടുപ്പോ, എന്താ തീ നമ്മളെ കൊള്ളയാ, തീനെ കൊള്ള നമ്മൾ പോവാ. അങ്ങനെ ചെന്ന് തമീമുദ്ദാരി തങ്ങൾ കൈകൊണ്ട് തീ ഇങ്ങനെ തട്ടിങ്ങോട്ട് തീനങ്ങോട്ട് പറഞ്ഞേച്ചു, കൈകൊണ്ട് പൊള്ളിയില്ല. ഇങ്ങനുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതേ പണിയെടുത്ത് തരുമോ? നിങ്ങളെ അവസ്ഥ ശരിയാന്ന് തിരിയാൻ വേണ്ടി നിങ്ങൾക്ക് തീയിലൊന്ന് കൈവച്ച് തരുമോ? സീറത്തുൽ ഹബീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഖുസൂസിയാത്ത് എണ്ണുന്നിടത്ത് തങ്ങളെ ഒരു മുടി തീയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. അത് ഫിഖ്ഹിൽ തെളിവാണോ മുസ്ലിയാരെ? തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂല എന്നല്ലുള്ളത്, വീണാ കരിയൂല.
വീഴുന്നതിന്റെ മസ്അലയല്ല, വീഴ്ത്തുന്നതിന്റെ മസ്അല. ഈച്ച ചത്തുപോയ ഈച്ച ചായയിൽ വീണാൽ അച്ചായ കുടിക്കാം, വീഴ്ത്തിയാലോ പറ്റൂല. ഇവിടെ ഇതാ വഖഅ ചെയ്യുന്ന ഉള്ളത്, അല്ലാതെ നിങ്ങൾ വീഴ്ത്തിക്കോളൂ എന്നല്ല. സീറത്തുൽ ഹലബി നിങ്ങൾ വായിച്ചത് തെളിവല്ല സുഹൃത്തുക്കളെ. ഇനിയോ മുഅ്ജിസത്ത് കാണിക്കുന്നതിന് വിരോധമല്ല. ക്ലിപ്പെന്ന് വെച്ചാട്ടെ, നമ്മൾ നോക്കുക ഇയാളെ ക്ലിപ്പ്. പുണ്യനബിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചു നോക്കണ ആർക്കളില്ല. ഇനി പുണ്യനബിന്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാലേ കത്തിച്ചാൽ കത്തൂല. ആ മുഅ്ജിസത്ത് കാണാൻ കത്തിക്കണേനും വിരോധമില്ല. നല്ല ഫത്വ സുഹൃത്തുക്കളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടു കത്തിയില്ല. അതുകൊണ്ട് നമ്രൂദ് ചെയ്ത കാര്യം സൽക്കർമ്മമാണെന്ന് നാളെ ഫത്വ കൊടുക്കോ മുസ്ലിയാരെ? കത്തിയിട്ടില്ല. കത്താത്തത് കൊണ്ട് കത്തിച്ചത് ശരിയാന്നുള്ളതിന് തെളിവാണോ മുസ്ലിയാരെ? രണ്ടാമത്തെ പറയട്ടെ, അങ്ങനെ കത്തിച്ചാലേ ഇതം കത്തിപ്പോന്നാന്ന് ഇവന് പണി കഴിഞ്ഞല്ലോ. ഇയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തീയിലിട്ടാലേ ആ മോചനത്ത് കണ്ടൂടെ. അപ്പൊ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ കരിഞ്ഞാണ്ട് പോവും. എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. അതാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ഷാഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത് എന്തുകൊണ്ട്? ബുഖാരി മറിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികൾ വിഷം കൊടുത്തു. വിഷം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മഅ്ജിസത്ത് കൊണ്ടത് അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ വിചാരണ ചെയ്യുമ്പോൾ യഹൂദികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നബിയാണോ എന്ന് പരിശോധിച്ചു നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് യഹൂദികളാണ്. അതുപോലെ നബിയുടെ മുടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കരിക്കാമെന്ന് പറയുന്ന മദ്ഹബ് 4 മദ്ഹബുമല്ല. സുബ്ഹാനല്ലാഹ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഞാൻ സത്യത്തിലാണെന്ന് തെളിയിക്കാൻ വേണ്ടി വിഷം കുടിച്ചു. റാസിയിലുണ്ട്, മുസ്ലിയാരെ നിങ്ങൾ സത്യത്തിലാണെന്ന് തെളിയിക്ക്. ഖാലിദ് ഇബ്നുൽ വലീദ് വിഷം കുടിച്ചില്ലേ? നിങ്ങളൊന്ന് തെളിയിക്ക്. എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. ഖാലിദ് ഇബ്നുൽ വലീദ് കുടിച്ചിട്ടില്ലേ? ചരിത്രമില്ല, ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂല, എനിക്കും കുടിക്കാൻ പറ്റൂല. കാരണം ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചില പ്രഗൽഭന്മാരുണ്ട്. അവർക്ക് പടച്ചവന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹ് അറിയിച്ചു കൊടുക്കും, നിങ്ങൾക്കൊന്നും പറ്റൂല, കുടിച്ചോ. അപ്പൊ അവർക്ക് കുടിക്കാം. അത് ഫിഖ്ഹിൽ തെളിവല്ല മുസ്ലിയാരെ. അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടപ്പോയത്തെ ഫത്വ സമസ്തയുടെ പേരിൽ പറഞ്ഞ് ഞങ്ങളെ സമസ്തനെ കുറവാക്കല്ല, ഞങ്ങളെ കണ്യത്ത് ഉസ്താദിനെ കുറവാക്കല്ല, ഈക്ക ഉസ്താദിനെ കുറവാക്കല്ല, സമസ്തയുടെ ആലിമീങ്ങളെ നിങ്ങൾ കുറവാക്കല്ല. മറ്റൊന്ന് പറയട്ടെ.